നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മലബാറിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഇഫ്താർ സ്നാക്കായിട്ടുള്ള സ്വീറ്റ് പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു മധുരപ്പത്തിരി ശരിക്കും നല്ല സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇഫ്താറിന് സെർവ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. മലബാറിൻ്റെ വളരെയധികം സ്നാക്സ്, നമ്മൾ ക്യാരറ്റ് പോളയും മുട്ട പോളയും അങ്ങനെ ഒത്തിരി സ്നാക്സ് നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുക. അതിനകത്തൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ചട്ടിപ്പത്തിരി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു ബൗളിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ട് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ മുഴുവനായിട്ട് തന്നെ നെയ്യ് കൂടിയൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ്. അതും 1 ടീസ്പൂൺ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം വെള്ളത്തിൽ ഞാനൊരു ഇത്തിരി ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ആവശ്യാനുസരണം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കാറില്ലേ, അതേ പാകത്തിൽ തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. മാക്സിമം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നല്ലതുപോലെ കൈവച്ച് കുഴച്ചെടുക്കാൻ വേണ്ടി നോക്കുക. ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു 8 പീസ് ഇവിടെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് എല്ലാം ഒരേ സൈസിൽ വരുന്ന രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ നോക്കുക. ഇനി കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ സൈസായിട്ട് നമ്മൾ പൂരിയൊക്കെ പരത്തിയെടുക്കാറില്ലേ, ആ ഒരു സൈസിൽ മുഴുവൻ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ മുന്നേ വേറൊരു സ്പ്രിംഗ് റോൾ ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ മെത്തേഡ്, ഈ ഷീറ്റ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഓരോന്നും ഇതുപോലെ സൈസിൽ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് മൈദ ഒന്ന് വെതറി കൊടുത്തിട്ട് അടുത്ത ലെയർ, നമ്മൾ കുറേ സൈസിൽ പരത്തി വെച്ചിരിക്കുന്നതിൽ നിന്ന് അടുത്ത ലെയർ നമുക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഒരു 4 എണ്ണം വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 എണ്ണം വെച്ച് 4 or 5 ഒക്കെ വെച്ച് ചെയ്തെടുക്കാം. ഒരു 4 എണ്ണമൊക്കെ വെച്ച് ചെയ്തെടുക്കുന്നതിന് കുറച്ചുകൂടി നല്ലത്. മുകൾ ഭാഗത്തായിട്ട് വീണ്ടും എണ്ണ തടവി കൊടുക്കുക. വീണ്ടും പൊടി വെതറിയതിന് ശേഷം അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. അങ്ങനെ 4 എണ്ണം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് സാധാരണ പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ശരിക്കും നല്ല തിൻ ഷീറ്റായിട്ട് വരുന്ന രീതിയിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ മാക്സിമം നല്ല വലിയ സൈസിൽ പരത്തിയെടുത്തതിന് ശേഷം നിങ്ങൾ ഏത് പാത്രത്തിനകത്താണോ റെഡിയാക്കി എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ഒരു സൈസിൽ വേണമെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 2 ഷീറ്റ് ഇതുപോലൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ആദ്യത്തെ ആ ഒരു ഷീറ്റ് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഒത്തിരി സമയം കുക്ക് ചെയ്തെടുക്കരുത്. നമ്മൾ ചപ്പാത്തി ഒന്ന് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ടൈമിൽ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ചൂടായിട്ട് ഇതൊന്ന് കുക്കായി വരുന്ന ആ ഒരു പാകം ഉണ്ടല്ലോ, അത്രയും മാത്രം തയ്യാറാക്കി എടുത്താൽ മതി. ഇതിപ്പം ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേത് കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാം. പിന്നെ ചെറു ചൂടോട് കൂടി തന്നെ ലെയറൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിൻ ഷീറ്റായിട്ട് വേണം നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാൻ വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കശുവണ്ടി പരിപ്പും അതുപോലെ ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 1/4 കപ്പെങ്കിലും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പത്തിരിക്ക്. ഇത് ചെറുതായിട്ട് നെയ്യിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ ഇതിനകത്തോട്ടേക്ക് 1 ടീസ്പൂൺ നമുക്ക് കരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കരിഞ്ചീരകം കൂടി നെയ്യിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ പത്തിരിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് പാനിൽ നിന്നും ഒരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. അതിനുശേഷം അതേ പാനിലോട്ടേക്ക് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ഞാനിപ്പോൾ ഒരു 10 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്കിത് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ മൂപ്പിച്ചെടുക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആകുന്ന പാകത്തിന് തയ്യാറാക്കി എടുത്താലും മതി. ഇതിപ്പോൾ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഒരു 1/2 കപ്പിനടുത്ത് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാവുന്നതാണ്. ഒരു 1/4 കപ്പൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്നിട്ട് ഇത് നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ തേങ്ങ ഒരിക്കലും നല്ല ഡാർക്ക് കളർ, നമ്മൾ കറിക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ഒരു പാകത്തിന് ഒരിക്കലും റെഡിയാക്കി എടുക്കരുത്. ഈ നെയ്യിൽ കിടന്നിട്ട് ജസ്റ്റ് ഒരു ഗോൾഡൻ യെല്ലോ കളറാകുന്നത് വരെ മാത്രം ഒന്ന് തയ്യാറാക്കി എടുത്താൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടി ഇത് തേങ്ങയൊക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. അതിനുശേഷം ഈ ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലോട്ടേക്ക് ഞാനൊരു 4 മുട്ടയാണ് കേട്ടോ, അത്യാവശ്യം വലിയ സൈസുള്ള മുട്ടയായിരുന്നുകൊണ്ട് അതുകൊണ്ട് 4 എണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 5 എണ്ണമൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പഞ്ചസാര, ഇപ്പോൾ ഞാനൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്.
അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ പത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ, ഒരു 6 ടേബിൾ സ്പൂണൊക്കെ ഉപയോഗിക്കുമ്പോൾ. അതിനുശേഷം ഇതിലോട്ടേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലോട്ട് ഞാൻ 2 പിഞ്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ചെറിയുള്ളിയൊക്കെയുള്ള ഒരു മിക്സ് കൂടി ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ബാറ്റർ നിങ്ങൾക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ശരിക്കും ഇങ്ങനെ ചെയ്തെടുക്കുമ്പം നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ലെയറും ഇതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നേന്ത്രപ്പഴം കൂടി നെയ്യിൽ മൂപ്പിച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഓരോ ഷീറ്റും നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കണം. ശരിക്കും ഈ ഒരു ബാറ്ററിനകത്ത് കിടന്നത് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നതിന് ശേഷം ഓരോ ലെയറും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഏതിനകത്താണോ തയ്യാറാക്കി എടുക്കുന്നത് ആ പാത്രം, ഞാനിപ്പോൾ ഒരു സോസ് പാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതിനകത്തോട്ടേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ലെയർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1-2 തവി കശുവണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയൊക്കെ വരുന്ന രീതിയിൽ ഇതുപോലെ 1-2 തവി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ ഈ മുഴുവൻ ലെയറും ഇതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് അടുത്ത ലെയറും ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഓരോന്നിനകത്തും ഇതുപോലെ 1-2 തവി വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ബാറ്ററിനനുസരിച്ചിട്ട് നിങ്ങൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു കണക്കിനനുസരിച്ചിട്ട് ഈ ഒരു 4 മുട്ടയും 1 കപ്പ് ഞാൻ 250 ml കപ്പാണ് മൈദയുടെ അളവെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് മെഷർമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് കറക്റ്റ് ഞാൻ 7 ലെയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ലെയർ കൂടി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അവസാനത്തെ ലെയർ കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ബാറ്റർ മുഴുവനായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ മുഴുവൻ ബാറ്ററൊക്കെ ഒഴിച്ചൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകിൽ സ്റ്റിക്കോ അതല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഇതിൻ്റെ ഓരോ ഭാഗത്തായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് മുഴുവനായിട്ട് മുട്ടയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് പൊങ്ങി വന്ന് ആ ഒരു ഷേപ്പ് നമുക്കൊന്ന് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് വെച്ച് റെഡിയാക്കി എടുത്താൽ മതി. അതിനുശേഷം ഒരു തവ വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി, ഒരു 5 മിനിറ്റൊക്കെ. ഇത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് നമ്മുടെ സോസ് പാൻ ഇതിനകത്തോട്ടേക്കൊന്ന് ഇറക്കി വെക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം 5 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 30-35 മിനിറ്റ് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ഒരു 30 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇത് കറക്റ്റായിട്ട് റെഡിയായി കിട്ടും. നമ്മൾ ചട്ടിപ്പത്തിരി കുക്ക് ചെയ്യാൻ വെച്ചിട്ട് കറക്റ്റ് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ സ്റ്റിക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഇത് നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്, നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടി നമ്മളൊന്ന് മൊരിയിച്ചെടുക്കും. അപ്പോൾ പാൻ വെച്ചിട്ട് ഒരിത്തിരി നെയ്യ് തടവി കൊടുത്താൽ മതി. എന്നിട്ട് മുകൾ ഭാഗം താഴെയായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലൊന്ന് കമഴ്ത്തി കൊടുക്കുക. എന്നിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ തന്നെ പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. അതല്ലെങ്കിൽ അത്യാവശ്യം ഒന്ന് മൊരിയിച്ചെടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-6 മിനിറ്റൊക്കെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ചുകൂടി ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴാണെങ്കിലും ഒത്തിരി സോഫ്റ്റായിട്ട് കഴിക്കുന്നതിനേക്കാളും ആ മുകൾ ഭാഗം കുറച്ച് മൊരിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ഇത്തിരി സമയം അധികം വെച്ചിട്ടുള്ളത്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ ഒരു പാകത്തിനൊന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒത്തിരി അങ്ങ് സോഫ്റ്റായിട്ടും അല്ല ഉണ്ടാവുക, ഹാർഡായിട്ടും അല്ല, ഒരു മീഡിയത്തിലാണ് ഉണ്ടാവുക. ശരിക്കും മുകൾ ഭാഗം നല്ല മൊരിഞ്ഞിട്ടും ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരിയാണിത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഇഫ്താറിനാണെങ്കിലും വീട്ടിലെന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലബാറിൻ്റെ ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്കാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ കുറേ ക്യാരറ്റ് പോളെ അങ്ങനെയുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇത് കുറേ ലെയേഴ്സ് ആയിട്ടാണ് ഉണ്ടാകുക. നല്ല സ്വീറ്റായിട്ട് ചെയ്തെടുക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ നെയ്യൊക്കെ അത്യാവശ്യം തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.